സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ പ്രതിസന്ധിയിലായി ചെറുകിട ജ്വല്ലറി വ്യാപാരികൾ. ബിസിനസിന് ഏറ്റവും മോശം അവസ്ഥയിലാണെന്ന് വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഞെട്ടിച്ചു മുന്നേറുകയാണ്. ഓരോ ദിവസവും 1, 2, 3 തവണ ഏറ്റക്കുറച്ചിലുകൾ തന്നെയാണ് സ്വർണ്ണവിലയിൽ നിന്ന് ഞെട്ടിക്കുന്ന മറ്റൊരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് സർവകാല റെക്കോർഡിൽ നിൽക്കുന്ന സ്വർണ്ണവില എന്നും ആഭരണപ്രേമികൾക്ക് ഒരു നെഞ്ചിടിപ്പ് തന്നെയാണ്. ഇനി എല്ലാവരും ബജറ്റിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അതായത് ഇറക്കുമതി തീരുവ വീണ്ടും കുറയ്ക്കുന്നത് സ്വർണ്ണവിലയിൽ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും രാജ്യത്തെ വ്യാപാര കമ്മി കണക്കിലെടുത്ത് സർക്കാർ ഇതിന് തയ്യാറാകുമോ എന്ന കാര്യമാണ് ഈ സാമ്പത്തിക വർഷത്തിലും നമുക്കിനി കണ്ടറിയേണ്ടത്. ആഭരണ വിപണിയിൽ സ്വർണം ഉപഭോഗം കുറയുന്നത് കയറ്റുമതിയെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബജറ്റിലെ പ്രഖ്യാപനങ്ങളെ ആശ്രയിച്ചിരിക്കാം വരും മാസങ്ങളിലെ ആഭരണ വിപണിയുടെ ഭാവി എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. ഇന്ന് രാവിലെ കൂടിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് കുറഞ്ഞിരുന്നു. എന്നിരുന്നാലും സ്വർണം വാങ്ങാൻ ആളുകൾ ഇപ്പോൾ മടിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഉയരുന്നത്. അതെ, ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ചെറുകിട ജ്വല്ലറി വ്യാപാരികൾ തന്നെയാണ്. ഉയർന്ന സ്വർണ്ണവിലയും മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ മുൻഗണനകളെയും ഉപഭോക്താക്കളെ വലിയ സ്റ്റോറുകളിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ട് തന്നെ ചെറുകിട ജ്വല്ലറികൾ സാമ്പത്തികമായി വലിയ തിരിച്ചടി നേരിടുകയാണെന്നാണ് പൊതുവെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് രാജ്യത്തുടനീളമുള്ള പ്രാദേശിക ജ്വല്ലറികളുടെയും സ്വർണ്ണപ്പണിക്കാരുടെയും അളവിൽ 45% ഇടിവാണ് ഈ കാലയളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പിന്നിൽ ഇപ്പോഴുള്ള സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം തന്നെയാണെന്നാണ് പൊതുവെ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മധ്യവർഗ ഉപഭോക്താക്കൾക്ക് ഇനി സ്വർണം വാങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പൊതുവെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇത്രയധികം വില കൊടുത്ത് സ്വർണം വാങ്ങാൻ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും ഉറപ്പാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തെ ദീപാവലി മുതൽ സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിപണി വിദഗ്ധരും വ്യാപാരി വിദഗ്ധരും പറയുന്നത്. സ്ഥിരതയാർന്ന വില സ്വർണത്തിൽ കൈവരിക്കുകയാണെങ്കിൽ ആളുകളും അതുമായി ബന്ധപ്പെട്ട് മാനസികമായി പൊരുത്തപ്പെടും. ആയതിനാൽ തന്നെ ആ വിലയ്ക്ക് സ്വർണം വാങ്ങാനുള്ള മാർഗങ്ങളും കണ്ടെത്തും. എന്നാൽ വിലകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉപഭോക്താക്കൾക്കേറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകമാണെന്നാണ് പൊതുവിൽ അഭിപ്രായങ്ങൾ ഉയരുന്നത്. ഇന്ന് വിവാഹമോ അടിയന്തര ആവശ്യങ്ങളോ ഇല്ലെങ്കിൽ ഉപഭോക്താക്കൾ സ്വർണം വാങ്ങാൻ മടിക്കുന്ന സാഹചര്യമുണ്ടെന്നും വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് പണിക്കൂലി മാത്രമല്ല സ്വർണത്തിന്റെ ഭാരം പോലും ചെറുതായി കുറയുന്നുണ്ടെന്നും പറയുന്നുണ്ട്. നിരവധി പ്രാദേശിക വ്യാപാരികൾ സ്വർണത്തിലെ ഡിസൈൻ ഓഫറുകൾ വെട്ടി പരിമിതപ്പെടുത്തുകയാണ്. എന്തായാലും സ്വർണ്ണവിലയിലുള്ള ചാഞ്ചാട്ടം ഇന്ന് സ്വർണ്ണ വ്യാപാരികളെ അടിമുടി മാറ്റിമറിച്ചിരിക്കുകയാണ്. പലരും മറ്റു ബിസിനസ് രംഗങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലേക്ക് വരെ വഴിവെച്ചിരിക്കുകയാണ് ഈ മാറ്റം. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.